dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള കൽമാസിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കൽമാസ് കണ്ണൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഒരുവിധം എല്ലാ ചായക്കടയിലും തട്ടുകടയിലും കൽമാസ് ഉണ്ടാകും. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചു പോകും, അത്രയും നല്ല രുചിയാണ്. പിന്നെ ഈ ഒരു കൽമാസ് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഇതിൽ സ്പെഷ്യൽ കൂട്ട് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കൽമാസിനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ എടുത്തിട്ട് ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലോട്ടേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ചെയ്യാറില്ല, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങൻ്റെ ഈ ഒരു കൂട്ടും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ടാകും. സവാള ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇത് ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മളുടെ സ്പെഷ്യൽ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. ഇതുവരെ നിങ്ങളിത് ചേർത്തിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയതായതുകൊണ്ട് ഞാൻ 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. പിന്നെ ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ വെച്ചിട്ട് ചെയ്തെടുക്കാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1 സവാള കൂടി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചേർക്കാം. ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലോട്ടേക്ക് ഒഴിക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 3 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒറോട്ടിപ്പൊടിയാണ് എടുക്കുന്നത്. കണ്ണൂരിലെ പത്തലിനുള്ള ഒറോട്ടിപ്പൊടിയില്ലേ, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ നെയ്സ്പത്തിരി പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഒറോട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതുപോലെ കണ്ടോ, നല്ല ബോൾ പോലെ ആക്കിയെടുക്കാനും പെട്ടെന്ന് ഇതുപോലെ പരത്തിയെടുക്കാനും കഴിയണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവും നമ്മുടെ ഫില്ലിങ്ങും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൽമാസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു ബൗളിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിലും വേണം. അത് നമ്മൾ കയ്യിലൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡായി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാവ് കുറച്ച് എടുക്കാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇത്രയും മാവ് എടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മുടെ മറ്റേ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കഴിയും, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അതിനുശേഷം 2 ചെറിയ ടേബിൾ സ്പൂണോളം നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 ഭാഗത്തുനിന്ന് നമ്മളിത് കൂട്ടിയെടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ തയ്യാറാക്കുന്നില്ലേ, ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 2 കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നല്ലവണ്ണം തന്നെ ഉരുട്ടിയെടുക്കാം. പൊതുവെ കൽമാസിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പം മുഴുവനും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി സ്റ്റീമറിൽ നന്നായിട്ട് തന്നെ ആവി വരുമ്പോൾ നമുക്കതിലോട്ടേക്ക് വാഴയിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ കൽമാസും വെച്ച് കൊടുക്കാം. മുഴുവനും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു 1/2 മണിക്കൂറോളം നമുക്കിത് വേവിച്ചെടുക്കണം.
അരമണിക്കൂർ വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ നോർമൽ മിക്സിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിന് ഈ ഒരു ബാറ്ററിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൽമാസ് ഓരോന്നും വെച്ചിട്ട് നന്നായിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കാം, അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ആയാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഏത് ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് ഡീപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. അതിലോട്ടേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചുള്ള ഓരോ കൽമാസും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ഇതിൻ്റെ മുകളിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് എല്ലാ ഭാഗവും ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും നമ്മൾ തിരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കണ്ണൂരിലെ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലെ സ്പെഷ്യൽ കൽമാസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മതിയാവില്ല. വൈകുന്നേരത്തോ അതില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് നല്ല തയ്യാറാക്കാൻ പറ്റും. ഒരു ഹെവി ഫുഡ് തന്നെയാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിനെ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.